ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നും സ്റ്റഡി യെല്ലോ തന്നെ കേട്ടോ. നമ്മൾ വിഷു ഒക്കെ ആയിട്ട് കുറച്ച് ഈ ഒരു കളറിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വന്നേക്കുന്നത് ഇതുപോലെ ഒരു നല്ലൊരു വി നെക്ക്, അതായത് ബാക്കിൽ നിന്ന് കുറച്ച് വീതി കൂടിയിട്ട് കുറച്ച് നാരോ ആയിട്ട് വരുന്നൊരു നെക്കാട്ടോ കൊടുത്തേക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ നല്ല ഭംഗിയാണ് ആ വർക്ക് കാണാനായിട്ട്. ഒരു റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ട് വരുന്നൊരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്കാറ്റർ ചെയ്ത് നല്ല ഒരു സ്റ്റൈലായിട്ട് വെയർ ചെയ്യാം. ദുപ്പട്ടയുടെ ആവശ്യമില്ല, കാരണം നമുക്ക് ഈ സൈഡിൽ വർക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് കൊടുത്തിട്ടില്ല, കാരണം സിമിലർ പാറ്റേൺ ആണെന്ന് വെച്ചിട്ട്. അപ്പം ഒരു വർക്ക് ഇത്. പിന്നെ ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസി ഓഗൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ വേറൊരു ഷേപ്പിലാണ് ഇത് ചെയ്തിരുന്നത്. ഇതുപോലെ ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇത് ഒത്തിരി പേര് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം ഞാനൊന്ന് ഇതിൻ്റെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് സെയിം ആ മെറ്റീരിയൽ വെച്ചിട്ട്. സ്ലീവ് എല്ലാം സെയിം തന്നെ, ഭയങ്കര സ്മൂത്താണ്. നമുക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ അറിയാം, ഒരു സിൽക്കി ഫീലാണ് ഇതിൻ്റെ. കണ്ടോ, ഇത് വാങ്ങിയിട്ടില്ലാത്തവർക്ക് കണ്ടാൽ അറിയാം, അത്രയും നല്ലൊരു മെറ്റീരിയലാണ്. ഭയങ്കര ഒരു ഷൈനി, നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിൻ്റെ യോക്ക് ഇതുപോലെ ഒരു ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു പാറ്റേൺ. ദുപ്പട്ടയും പെയർ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ വന്നേക്കുന്നത് നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തൊരു പാറ്റേൺ ആണ് കേട്ടോ. ലാവൻഡർ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ഫുൾ വർക്കാണ്. ആ ഒരു സെയിം കളർ തന്നെയുള്ള വർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഈ ഒരു കളർ നല്ല തിക്കായിട്ടുള്ള വർക്കാണ്. ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ. ഇതിൻ്റെ മൾട്ടി കളർ, ഇതിനകത്ത് ചൂസ് ചെയ്തേക്കുന്നത് മൾട്ടി കളർ ബീഡ്സ് ആണ് ചെയ്തേക്കുന്നത്. സ്ലീവിൽ ഇതേപോലെ സ്കാറ്റർ ചെയ്തിട്ട് ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കളറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ റയർ കളറാണിത്. ഓക്കെ, അപ്പം ഇതൊരു പാറ്റേൺ. പിന്നെ നമ്മൾ ഇതുപോലെ നല്ല കരിഞ്ഞ കാപ്പി, ഇത് ശരിക്കും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും. അതുപോലെ ഒരു കോഫിയും ഒരു വൈൻ കളറും കൂടി, ഒരു ബർഗണ്ടി കളറിൻ്റെ ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അത്രയും തിക്കായിട്ടുള്ള ഒരു വർക്ക് അതിനകത്ത് ചെയ്തേക്കുന്നത്. കണ്ടോ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് നല്ല തിക്ക് വർക്കാണ്. സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇത്. പിന്നെ ഇത് വി കോളറിലൊക്കെ ചെയ്തേക്കുന്നത്. അത് തന്നെ ആ വർക്ക് തന്നെ നമ്മൾ സെയിം നല്ലൊരു റയർ കളർ, ഹാപ്പി ബ്ലൂ എന്ന് പറയുന്ന ആ കളറില്ലേ, അതിനകത്തോട്ട് സെയിം തിക്ക് വർക്ക് ഇതിനകത്തോട്ടും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറിയൊരു സ്കാറ്ററിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ചും കൂടെ ഹെവി ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. നല്ലൊരു സൂപ്പർ കളർ കേട്ടോ. ഇത് കളറ് കുറച്ച് വേരിയേഷനിലായിരിക്കും വീഡിയോ കാണിക്കുന്നത്. നല്ലൊരു കളറാണ്. സ്ലീവിൻ്റെ എൻഡ് ഉണ്ട്, നല്ല ഭംഗിയായിട്ട് സ്കാറ്റർ ചെയ്തിട്ട് പിന്നെ ചെറിയൊരു ലെയറിൽ ഇതും കൊടുത്തിട്ടുണ്ട്. വി നെക്ക് നല്ല. ഈ ഒരു പാറ്റേൺ വേറെ ഇതുപോലെ ഉണ്ടാവും. നല്ല നോർമൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വേറെ ഇതുപോലെ ഉണ്ടാവും. സെയിം ടോൺ തന്നെ ദുപ്പട്ടയോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ദുപ്പട്ടയൊക്കെ ഇട്ടാൽ സൂപ്പർ ആയിരിക്കും. അത്രയും നല്ല കളറാട്ടോ. എല്ലാവർക്കും നല്ല ഫെയർ ആയിട്ട് തോന്നുന്ന കളറാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വേറെ ഇതുപോലെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നമുക്കിപ്പം യോക്ക് ഫുൾ ഹെവി വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ദുപ്പട്ടയുടെ ആവശ്യമില്ല. എന്നാലും വേണമെങ്കിൽ സെയിം നമുക്ക് റെഡും യെല്ലോവും റെഡും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. വേണമെങ്കിൽ ഈ ദുപ്പട്ട പെയർ ചെയ്യാം. ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു ദുപ്പട്ടയായിരുന്നു കേട്ടോ പെയർ ചെയ്തിരുന്നത്. ഭയങ്കര ഭംഗിയാണ്. നേരെ കിട്ടുമ്പോൾ ഈ വർക്ക് നല്ല ഭംഗിയാണ്. യോക്ക് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ വേറെ ഇതിൻ്റെ വർക്ക് കാണിച്ചില്ലായിരുന്നു. ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു നല്ല ഹെവി വർക്കാണ്, നല്ല ഭംഗിയാണ്. ആ നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ തന്നെ റെയിൻബോ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് ഷൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക്